നടൻ കൊല്ലം സുധിയുടെ മകനായിരുന്ന കിച്ചുവിനെ അവന്റെ അമ്മ ആദ്യം തന്നെ കൊണ്ടുപോയതാണ് എന്നും അതിനുശേഷം കേസ് കൊടുത്തൊക്കെയാണ് കൊല്ലം സുധി അവനെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്നുമൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്ന വിവരങ്ങൾ. കിച്ചുവിനെ അവന്റെ അമ്മ ഉപേക്ഷിച്ചു പോയി എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. എന്നാൽ അതല്ല സത്യം എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആദ്യ ഭാര്യ ശാലിനിയെ കുറിച്ച് കൊല്ലം സുധി പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നും പറയുന്നു. കിച്ചുവിനെ അച്ഛനായ സുധിയെ ഏൽപ്പിച്ചുകൊണ്ട് അമ്മ നാട് വിട്ടു പോവുകയായിരുന്നു എന്നായിരുന്നു കഴിഞ്ഞ ഒരു ദിവസം ഒരു അഭിമുഖത്തിൽ പറയുന്നത് രേണു. ആ അഭിമുഖത്തിൽ താരം പറഞ്ഞ വാക്കുകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തിരുന്നു. കിച്ചു വളർന്നു വലുതായതിനു ശേഷവും സ്വന്തം അമ്മയിൽ നിന്നും അകലം കാണിച്ചിരുന്നുവെന്നും അമ്മ കൊടുത്ത കളിപ്പാട്ടങ്ങളും മറ്റും കിച്ചു കളഞ്ഞു മരിച്ചെന്ന വിവരം പറഞ്ഞപ്പോൾ കിച്ചു കാര്യമാക്കിയില്ല എന്നുമാണ് രേണു പറയുന്നത്. അമ്മയെക്കുറിച്ച് തന്നെ അവൻ സംസാരിക്കാറേയില്ല, അവനത് ഇഷ്ടവുമില്ല. അമ്മയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളല്ലേ എൻ്റെ അമ്മ എന്നാണ് അവൻ തിരിച്ചു ചോദിക്കാറുള്ളത് എന്നും കൂടിയായിരുന്നു രേണു കൂട്ടിച്ചേർത്തത്. രേണുവിന്റെ വാക്കുകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തിരുന്നു. അതേസമയം കൊല്ലം സുധി എന്ന് പറയുന്ന എൻ്റെ ഭർത്താവ് എന്നെ മാത്രമാണ് ലീഗലി വിവാഹം കഴിച്ചിട്ടുള്ളൂ എന്നും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് രേണു സുധി എത്തിയിരുന്നു. എന്നാൽ രേണു സുധിയെ അല്ല കൊല്ലം സുധി രണ്ടാമതായി വിവാഹം കഴിച്ചത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പല ചെറിയ ചാനലുകളിലൂടെയും പുറത്തു വന്നത്. ഇതോടെ ഇതിനെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ആരാധകരെല്ലാവരും. കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി 2 വിവാഹം കഴിച്ചിരുന്നു രേണുവിനെ കെട്ടുന്നതിന് മുൻപ് എന്നും ആദ്യത്തെ സ്ത്രീയുമായി നിയമപരമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലായിരുന്നുവെന്നും എന്നാൽ രണ്ടാമത് വിവാഹം കഴിച്ചത് കൊല്ലം സുധിയുടെ അതേ ഫീൽഡിൽ അതേ കരിയറിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ ആയിരുന്നുവെന്നും ആ വിവാഹബന്ധം നിയമപരമായി നടന്നതായിരുന്നുവെന്നും നിയമപരമായി തന്നെ വേർപിരിയുകയും ചെയ്തിരുന്നുവെന്നുമുള്ള വിവരങ്ങളാണ് ഒരു വോയിസ് ക്ലിപ്പിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. ആ വോയിസ് ക്ലിപ്പ് കേട്ട് ആരാധകരെല്ലാവരും ഇപ്പോൾ വലിയ ഞെട്ടലിലാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. അപ്പോൾ കൊല്ലം സുധി എത്ര വിവാഹം കഴിച്ചിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുകയാണ്. ഒരു വോയിസ് ക്ലിപ്പ് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത്. ഒരു ചാനലിലൂടെയാണ് ഈ വോയിസ് ക്ലിപ്പിന്റെ കാര്യമൊക്കെ തന്നെയും ആരാധകർ അറിയുന്നത് എന്നും പറഞ്ഞേ മതിയാകൂ. ആ സ്ത്രീക്ക് നേരിട്ട് വന്ന് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു വോയിസ് ക്ലിപ്പിലൂടെ തനിക്ക് പറയാനുള്ളതൊക്കെ തന്നെയും പറഞ്ഞുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിലെ വലിയ തരംഗമായും ചർച്ചാ വിഷയമായും മാറിയത്. 2013 താൻ കൊല്ലം സുധിയെ വിവാഹം കഴിച്ചത് എന്നും ഇപ്പോൾ 6 വർഷത്തോളമായി ഞങ്ങൾ വേർപിരിഞ്ഞു എന്നുമായിരുന്നു ആ സ്ത്രീ രേഖപ്പെടുത്തിയത്. ഇപ്പോൾ സത്യമേത്, ഏത് വിശ്വസിക്കണം, എന്ത് മനസ്സിലാക്കണം എന്നറിയാതെയുള്ള ഒരവസ്ഥയിലാണ് ആരാധകരും. മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധി. രേണുവിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും. സുധിച്ചേട്ടൻ മരണപ്പെട്ടിട്ട് 1.5 വർഷത്തിലേറെയായി. ഇന്നും അദ്ദേഹത്തിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം കരിയർ മാർഗമായി രേണു തിരഞ്ഞെടുത്തത് അഭിനയമായിരുന്നു. അഭിനയത്തിൽ വളരെയധികം സജീവമായ രേണുവിനെ കുറിച്ച് അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ്.